ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയായാലോ. നല്ല മഴയൊക്കെയല്ലേ, കട്ടൻ ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ ഉള്ളിവട. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ ഇഞ്ചി കേട്ടോ ചെറുതായി കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. ഉള്ളി നമ്മൾ എങ്ങനെയാണോ പിന്നെ സ്ലൈസായിട്ട് അരിയുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മളെ ഉള്ളിവടയുടെ ടേസ്റ്റും. ഇനി ഞാനതൊരു വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി കേട്ടോ, ഒരു ചെറിയ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ച് നിരടി എടുക്കുക കേട്ടോ. നല്ല മിക്സായി കിട്ടണം നമ്മുടെ ഈ പിന്നെ സവാളയും മുളകും എല്ലാം കൂടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇത് അങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, എന്നാലേ നല്ല ടേസ്റ്റായി കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ 2 സ്പൂണ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 സ്പൂണ് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരിപ്പൊടി ആകുമ്പോൾ 1 സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ ഇതിനേക്കാളും. എന്നിട്ട് ഇതേപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഈ സവാള ഇതേപോലെ കാണണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഉള്ളിവടയുടെ ടേസ്റ്റ് കിട്ടൂല. കുറച്ചൊന്ന് നമുക്കിങ്ങനെ പിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മൈദയും കടലമാവും ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഒരുപാട് ഗോൾഡൻ കളറാക്കാൻ വെക്കരുത്. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ വരുമ്പം തന്നെ തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ട് എടുക്കണം കേട്ടോ, കോരി മാറ്റണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പിന്നെ ഉള്ളിവടയിൽ കരിഞ്ഞു പോകും, ഒരു കയ്പ്പ് രസം വരും കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് അളവ്. നമ്മൾ കോരി എടുക്കുന്ന കഴിഞ്ഞാലും കുറച്ച് കളറൊക്കെ ചേഞ്ചായി വരും. അതുകൊണ്ട് ഒരുപാട് ടൈം അങ്ങനെ വെക്കേണ്ട, അത് വെന്ത് വരാൻ വേണ്ടി മാത്രം വെച്ചാൽ മതി. അങ്ങനെ ഇത് നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഉള്ളി മുറിക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ റെസിപ്പി ചെയ്തോന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാനിപ്പോൾ റെസിപ്പിയുടെ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ കമൻറ്റാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്